അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ഉയർത്തി യുഹദ്ദിഖുഹ, അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനക്കി. മറ്റൊരു ഹദീസിൽ കാണാം സുമ്മ യദ്ഉ ബിഹ, അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കൈവിരൽ ഉയർത്തി ദുആഇൻ്റെ സമയത്ത് തശഹുദിലും സ്വലാത്തിലും ശേഷം വരുന്ന ദുആയിലും ദുആഇൻ്റെ സമയത്ത് ആ വിരൽ മെല്ലനെ ഒന്ന് അനക്കുകയാണ് സുന്നത്ത്. അഥവാ അല്ലാതെ തശഹുദിൽ ഇരുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ അനക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ചില പള്ളികളിൽ നമുക്ക് കാണാൻ സാധിക്കും തശഹുദിൽ ഇരുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ അനക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതല്ല വേണ്ടത്. കൈ പൊക്കി വെച്ച് ചൂണ്ടുവിരൽ ഉയർത്തി വെച്ച് അതിലേക്ക് നോക്കി ദുആഇൻ്റെ സമയത്ത് മാത്രം അനക്കുക എന്നുള്ളതാണ് പണ്ഡിതൻ